മാനുഷിക പരിഗണന എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതിലൊന്നുപോലും ഇതുവരെയും പുറത്തു വരാതിരുന്നിട്ടുള്ളത്. സത്യത്തിൽ ഇവിടെയാണ് നമ്മളൊക്കെ ഈ വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തരായി മാറുന്നത്. ഇതുപോലെ വിൽക്കാൻ വെച്ചാൽ ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെടുന്ന പല വോയിസ് ക്ലിപ്പുകളുടെയും കലവറ തന്നെ നമ്മുടെയൊക്കെ കൈവശമുണ്ടാവും. പക്ഷേ മര്യാദ, വ്യക്തിത്വം, മനുഷ്യത്വം എന്നുള്ളതിന്റെയൊക്കെ പേരിൽ പല പണികൾ കിട്ടിയിട്ടും നഷ്ടങ്ങൾ നേരിട്ടിട്ടും പ്രതികരിക്കാതെ പലരും മിണ്ടാതിരിക്കുകയാണ്. കാരണം നമുക്കൊക്കെ നമ്മളാകാനേ കഴിയൂ, ഇവരെ പോലെയൊന്നും ആകാൻ കഴിയില്ല. ബിഗ് ബോസ് മലയാളം സീസൺ 4 ഉണ്ടായിരുന്ന സമയം മുതൽ ഡോക്ടർ റോബിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരു ചാനലായിരുന്നു ബ്ലൂ ക്രിയേഷൻസ്. ഈ ചാനലിലൂടെ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് ഒടുവിൽ ഈ ചാനൽ പൂട്ടിക്കെട്ടുന്നതിന്റെ വക്കുവരെയോളം എത്തി. ഞാൻ ഈ വിഷയം അന്ന് റോബിനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, എനിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ചാനൽ നഷ്ടപ്പെടുത്തരുത്. ആരാണോ നിങ്ങൾക്കെതിരെ നിൽക്കുന്നത് അവരോട് സംസാരിച്ചിട്ട് ഇത് കോംപ്രമൈസ് ചെയ്യുവാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തു വിട്ടേക്ക്. അന്ന് പ്രധാനമായും ആരവ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു എനിക്കെതിരെ ശബ്ദമുയർത്തിയത്. ഇപ്പോഴിതാ ആരവിന്റെ തുറന്നു പറച്ചിൽ വന്നിരിക്കുന്നു.